ഗുഡ് മോർണിംഗ് പ്രിയ വിദ്യാർത്ഥികളെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനലൈസിങ് കൺസ്യൂമർ മാർക്കറ്റ്സ് എന്നതാണ്. അനലൈസിങ് കൺസ്യൂമർ മാർക്കറ്റ്സിൽ ഇവിടെ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാർക്കറ്റ് സെഗ്മെൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ്. ഇവിടെ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൺസ്യൂമർ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യണം. അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ. ഇറ്റ് ഈസ് ദി ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ഓർ യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന സമയത്ത് എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയർ ആണ്. In other words of Walters and Paul, consumer behavior is the process whereby individual decides what, when, where, how, and from whom to purchase goods and services. വാൾട്ടേഴ്സ് പ്രോപ്പറായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇവിടെ മുന്നോട്ട് വെച്ചത്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇസ് ദി പ്രോസസ് വേർ ബൈ ഇൻഡിവിജ്വൽ എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, വാട്ട്, വെൻ, വേർ, ഹൗ, ആൻഡ് ഫ്രം whom to purchase goods and service എന്നുള്ളതാണ്. This consumer behavior is the study of how people buy, what they buy, when they buy, and why they buy products or services എന്നുള്ളതാണ്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് ഇസ് ദ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ എന്നുള്ളതാണ്. അതിന് വാൾട്ടേഴ്സ് ആൻഡ് പോൾ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ ഉണ്ട്. വലിയ പ്രയാസമില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്. സോ ഇൻ ഷോർട്ട്, കൺസ്യൂമർ ബിഹേവിയർ മീൻസ് ദ പ്രോസസ് ആസ് ടു ഹൗ കൺസ്യൂമർ മേക്ക് their purchase decisions to meet their needs. ഒന്നുകൂടി പറയാം. കൺസ്യൂമർ ബിഹേവിയർ മീൻസ് ദ പ്രോസസ് ആസ് ടു ഹൗ കൺസ്യൂമർ മേക്ക് their purchase decisions to meet their needs എന്നുള്ളതാണ്. So consumer behavior is a study of why people buy. It is the behavior of the consumer at the time of buying or using goods and services. Next, നമുക്ക് ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഇവിടെ ബേസിക് ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ബയർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് ഒരുപക്ഷെ റീസെയിലിനായിരിക്കാം, വാല്യൂ അഡീഷൻ നടത്തിയിട്ട് ഫർദർ പ്രോസസ്സ് നടത്തി സെയിലിനായിരിക്കാം. അപ്പോൾ അവർ ഇൻഡസ്ട്രിയലിസ്റ്റും ആവാം എന്നുള്ളതാണ്. സോ നോക്കാം നമുക്ക്. കൺസ്യൂമർ ബിഹേവിയർ ഇൻവോൾവ്സ് ദ ബിഹേവിയർ ഓഫ് ultimate consumers, that is individual consumers. ultimate consumer എന്ന് പറഞ്ഞാൽ അവർ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വീണ്ടും അത് പ്രോസസ്സ് ചെയ്ത് വിൽക്കാനോ അല്ലെങ്കിൽ രണ്ടാമത് വിൽക്കാനോ ഒന്നുമല്ല, അത് ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ടാണ്. ബട്ട് ബയർ ബിഹേവിയർ ഇൻവോൾവ്സ് ദ ബിഹേവിയർ ഓഫ് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബയേഴ്സ്. ദേ മേക്ക് ഫർദർ വാല്യൂ അഡീഷൻ ടു ദ പ്രോഡക്റ്റ് to sell it to ultimate or final consumer or end users. അപ്പോൾ ഇവിടെ ബയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ എന്താവില്ല, അൾട്ടിമേറ്റ് കൺസ്യൂമർ ആവില്ല എന്നുള്ളതാണ്. അത് ഒരു വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് പ്രോസസ്സ് നടത്തി അതിൽ മറ്റ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ മറ്റ് കോമ്പിനേഷനോ പ്രോസസ്സോ നടത്തിയാൽ അത് വാല്യൂ അഡീഷനായി. അങ്ങനെ വാല്യൂ അഡീഷൻ നടത്തിയിട്ട് അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് വിൽക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അവരെ നമ്മൾ ബയർ എന്നാണ് പറയുക. അത്തരത്തിലുള്ള ബയേഴ്സിൻ്റെ ബിഹേവിയറിനെയാണ് നമ്മൾ ബയർ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക.
Next, factors influencing consumer behavior or buying decisions or determinants of consumer behavior. അപ്പോൾ ഒരു ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പോയിന്റും സബ് പോയിന്റും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ഓർ ബൈയിങ് ഡെസിഷൻ ഓർ ഡിറ്റർമിനൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. മെയിനായിട്ട് 5 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതിന് ഓരോന്നിനും മറ്റ് മിനിമം 5 ബുള്ളറ്റ്സ് പോയിന്റ്സ് ഓരോ ഹെഡിലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പോയിന്റ്സ് മാത്രമേ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ നോട്ട്സ് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കും. അതാണ് നിങ്ങൾ നോട്ട്സിലേക്ക് എഴുതേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ 5 ടൈപ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്. ഈ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒരു കൺസ്യൂമറെ ബിഹേവിയറിനെ, ബൈങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കാം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളത്. കൺസ്യൂമേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് വിത്തിൻ ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു എലമെൻറ്റ്സ് ആണ് സൈക്കോളജി എന്നുള്ളത്. സോ ദീസ് ആർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അതുകൊണ്ട് നമുക്കതിനെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എന്ന് വിളിക്കാവുന്നതാണ്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് എലമെൻസുകളെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻസ്. ഇവിടെ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ് ടു മാസ്ലോൻ്റെ ഒരു നീഡ് ഹൈറാർക്കി തിയറിയാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ എഴുതേണ്ടതും മനസ്സിലാക്കേണ്ടതും. മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം 5 ടൈപ്സ് ഓഫ് ഹ്യൂമൻ നീഡ്സ് ഉണ്ട്. ഈ തിയറി 1954 ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ ഫസ്റ്റ് വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതിനുശേഷം വരുന്നതാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, ദെൻ സോഷ്യൽ നീഡ്സ്, നാലാമത്തത് എസ്റ്റീം ഓർ ഈഗോ നീഡ്സ്, ദെൻ ലാസ്റ്റ് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഫോർ സാറ്റിസ്ഫൈങ് ഫിസിയോളജിക്കൽ നീഡ്സ് നമുക്കറിയാം കൺസ്യൂമർ ബൈ ഫുഡ്സ്, വാട്ടർ, ഷെൽട്ടർ എക്സെട്ര. ഇതൊക്കെയാണ് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. ദെൻ for satisfying safety needs, consumer buys insurance, security services, etc. For social needs, he buys soap, shampoo, cosmetic, perfumes എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. To satisfy ego and self actualization needs, he buy expensive branded dresses, അതുപോലെ തന്നെ ഫർണിച്ചർ, ജ്വല്ലറി, ഇത്തരത്തിലുള്ള ഐറ്റംസുകളൊക്കെ സെൽഫ് ആക്ച്വലൈസേഷൻ എക്സിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ വാങ്ങും ആസ് പെർ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ദെൻ ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ദെയർ ഓൺ ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് മോട്ടീവ്സ് എന്നുള്ളതാണ്. ഓരോ വ്യക്തികളെയും നീഡ്സ് ആൻഡ് മോട്ടീവ്സ് വ്യത്യസ്തമായിരിക്കും. ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ദെയർ ഓൺ ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് മോട്ടീവ്സ്, hence they behave differently എന്ന് നമുക്ക് പറയാം. സോ കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. രണ്ടാമത്തതാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആക്ട് ആൻഡ് റിയാക്ട് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐറ്റത്തിനെ, പ്രൊഡക്റ്റിനെ കുറിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അതിനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. Perception is the process by which individual selects, organizes and interprets stimuli into a meaningful picture of the world. It is the lens through which the world is seen എന്ന് നമുക്ക് പറയാം. We see, hear, smell, taste and feel the external stimuli through the 5 sense of organs, that is eyes, ears, nose, mouth and skin.
സോ എക്സ്റ്റേണൽ വേൾഡിനെ ഓരോരുത്തരും നോക്കി കാണുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. ഒരു പ്രൊഡക്റ്റ് തന്നെയാണെങ്കിൽ നമ്മൾ 50 സ്റ്റുഡൻസ് ആണെങ്കിൽ അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവുന്ന ധാരണ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല. ഇവിടെ കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. A lady might perceive that clothes cannot be washed properly ഇൻ വാഷിംഗ് മെഷീൻ. ക്ലോത്ത് അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽ കൃത്യമായിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കാൻ സാധിക്കില്ല എന്നൊരു ലേഡി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പെർസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ഷീ വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് എ വാഷിംഗ് മെഷീൻ അൺലെസ് ഹർ പെർസെപ്ഷൻ ഓഫ് വാഷിംഗ് മെഷീൻ ചേഞ്ചസ്. ആ സ്ത്രീ ഒരിക്കലും എന്ത് വാങ്ങില്ല, വാഷിംഗ് മെഷീൻ ഡ്രസ്സുകൾ അലക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങുകയില്ല. എപ്പോഴേ അത് വാങ്ങുകയുള്ളൂ ആ ഒരു ലേഡിയുടെ പെർസെപ്ഷൻ, അതായത് വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ നമുക്ക് കൃത്യമായിട്ട് ക്ലോത്ത്സ് അലക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ആ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്താലേ ആ ലേഡിക്ക് ഇത് വാങ്ങാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അതായത് ആ പ്രൊഡക്റ്റിനോടൊരു പോസിറ്റീവ് പെർസെപ്ഷൻ ജനറേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ അതാണ് പെർസെപ്ഷൻ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് മൂന്നാമത്തേതാണ് ലേണിംഗ്. ലേണിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് അക്വയറിങ് നോളജ് അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ചേഞ്ചസ് ഇൻ ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. ജനറലി ലേണിംഗ് റിസൾട്ട്സ് ഇൻ 4 ways. ലേണിംഗ് 4 രീതിയിലാണ് നടക്കുന്നത്. ലിസണിങ്, റീഡിങ്, ഒബ്സർവിങ് ആൻഡ് എക്സ്പീരിയൻസിങ്. അത്തരത്തിൽ 4 രീതിയിൽ ലേണിംഗ് പ്രോസസ്സ് നടക്കും എന്നുള്ളതാണ്. ലേണിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് അക്വയറിങ് നോളജ് എന്നുള്ളതാണ്. ലേണിംഗ് ഇൻഫ്ലുവൻസ് ബൈയിങ് ബിഹേവിയർ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തതാണ് ബിലീഫ്സ്. ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ആൻഡ് ലേണിംഗ് ടീച്ച് ദ പീപ്പിൾ ടു ഫോം ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. പെർസെപ്ഷനും ലേണിങ്ങുമാണ് ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യാൻ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നത്. ദിസ് ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ബൈയിങ് ബിഹേവിയർ. ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, perception and learning teach the people to form beliefs and attitudes. These beliefs and attitudes influence buying behavior. A belief is a descriptive thought that a person hold about something. എന്തിനെ കുറിച്ചോ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് തോട്ടിനെയാണ് നമ്മൾ ബിലീഫ്സ് എന്ന് പറയുന്നത്. സച്ച് തോട്ട് ആർ ബേസ്ഡ് ഓൺ ലേണിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാവാം, ഒപ്പീനിയനെ അടിസ്ഥാനപ്പെടുത്തിയാവാം, ഓർ ഫെയ്ത്ത്, വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുമാവാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ ബിലീവ്സ് ദാറ്റ് മാരുതി കാർസ് ആർ ലെസ് കോസ്റ്റ്ലി ആൻഡ് ഫ്യൂവൽ എഫിഷ്യൻറ്റ്. അപ്പോൾ അതൊരു ജനറൽ ബിലീഫാണ്, സൊസൈറ്റിയിലുള്ള ഒരു ജനറൽ ബിലീഫാണ്. മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് മാരുതി കാർ ലെസ് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ കൂടുതൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്നുള്ള ഒരു ജനറൽ ബിലീഫ്സ് ആണ്. സോ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അത് ഫോം ചെയ്യാൻ പെർസെപ്ഷൻ ആൻഡ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് ആ ബിലീഫ്സ് അവർ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ തന്നെ അഞ്ചാമത്തതാണ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ് ആർ ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ബിലീഫ്സ്. ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ബിലീഫിൻ്റെയും അടിസ്ഥാനം ലേണിങ്ങും അതുപോലെ തന്നെ പെർസെപ്ഷനുമാണ് എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ബിലീഫ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ആണെന്ത്, ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് ആർ ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ബിലീഫ്സ്. ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആർ ദ 2 sides ഓഫ് എ കോയിൻ. ബിലീഫ്സും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സും ഒരു കോയിൻ്റെ 2 ഭാഗങ്ങളാക്കി, അത്രയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത എലമെൻറ്റ്സ് ആക്കി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദേ ജോയിൻലി ഇൻഫ്ലുവൻസ് ബൈയിങ് ബിഹേവിയർ. ആ 2 എലമെൻറ്റ്സും രണ്ടും ഒരുമിച്ച് തന്നെ ബയർ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഹാവ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് എവറിത്തിങ്. പൊളിറ്റിക്സിനെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, റിലീജിയനെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, എക്കോണമിയെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും,
So attitude means a person feelings towards a particular object or situation. So attitude എന്ന് പറഞ്ഞാൽ a person's feelings towards a particular object or situation. Consumer have attitude towards product, brands, companies, etc. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആറ്റിറ്റ്യൂഡ് മേ ബി പോസിറ്റീവ്, ന്യൂട്രൽ ഓർ നെഗറ്റീവ്. ആറ്റിറ്റ്യൂഡ് ഈ രീതിയിൽ പോസിറ്റീവ് ആകാം, ന്യൂട്രൽ ആവാം, നെഗറ്റീവ് ആകാം. ഇവിടെ മാർക്കറ്റേഴ്സ് ഷുഡ് എൻഷുവർ ദാറ്റ് ദ കൺസ്യൂമർ ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദെയർ പ്രൊഡക്റ്റ്. മാർക്കറ്റർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനീസ് എപ്പോഴും എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി, അവരുടെ പ്രൊഡക്റ്റിനോട് കൺസ്യൂമറിന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തണം. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കൾച്ചറൽ ഫാക്ടേഴ്സ്. എന്താണ് കൾച്ചർ? Culture, human beings lives in a society and culture resides in a very society. Culture determines and regulate our general behavior. കൾച്ചറാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ ബിഹേവിയറിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്സ് ആണ്, ഒരു ഫാക്ടറാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. The type of product and services we buy are influenced by the overall cultural environment in which we grow എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സും നമ്മൾ വാങ്ങുന്ന സർവീസസും ഒക്കെ നമ്മുടെ കൾച്ചറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൾച്ചറൽ ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും മൂന്നാണ്: കൾച്ചർ, സബ് കൾച്ചർ, ദെൻ സോഷ്യൽ ക്ലാസ്. എന്താണ് കൾച്ചർ എന്നുള്ളത് നോക്കാം. Culture simply refers to value and beliefs in which one is born and brought up. Culture simply refers to values and beliefs in which one is born and brought up. Culture is the behavior acquired over a period of time by the majority of the people in a society. Behavior acquired majority of the people over a long period of time in a particular society. അതിനെ നമുക്ക് കൾച്ചർ എന്ന് വിളിക്കാവുന്നതാണ്. It is a set of ideas, customs, values and beliefs that are produced or shared by society and passed on from generation to generation. അല്ലേ? ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി, ആ ഒരു കൾച്ചർ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മുടെ കൾച്ചർ നമ്മൾ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത ജനറേഷന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. കൾച്ചർ വുഡ് ഓൾസോ ഇൻക്ലൂഡ് ഡ്രസ്സിങ്, ആർട്ട്, അതുപോലെ തന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ദെൻ ലാംഗ്വേജ്. ഇവിടെയൊക്കെ കൾച്ചർ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ്. കൾച്ചർ in short, culture refers to learned beliefs, values and customs that prevail in society. Learned beliefs അല്ലെങ്കിൽ values അല്ലെങ്കിൽ customs that prevails in the society, ഇതിനൊക്കെ നമ്മൾ കൾച്ചർ എന്ന് പറയാം. അത് ജനറേഷൻ ടു ജനറേഷൻ നമുക്ക് നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യും. നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്സ് ആണ് കൾച്ചർ എന്നുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കാം, സബ് കൾച്ചർ. സബ് കൾച്ചർ റെഫേഴ്സ് ടു എ സ്മോൾ സെഗ്മെന്റ് ഓഫ് കൾച്ചർ ദാറ്റ് ഹാസ് ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ്. കൾച്ചർ എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഈ കൾച്ചറിനുള്ളിൽ തന്നെ ഉള്ള മറ്റൊരു സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് നമ്മൾ പറയുന്നത്. സബ് കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ റിലീജിയൻ, ലാംഗ്വേജ്, ജോഗ്രഫിക് റീജിയൻ, നാഷണാലിറ്റി, ഏജ്, ജെൻഡർ എക്സെട്ര. ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി സബ് കൾച്ചർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യൻ്റെ ഒക്കെ കേസിൽ ഇന്ത്യ ആസ് എ ഹോൾ ഹാസ് വൺ കൾച്ചർ. ഇന്ത്യയെ മൊത്തത്തിലെടുത്താൽ ഇൻ ജനറൽ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു കൾച്ചർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. However, there are different sub-culture in different parts of India. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ സ്റ്റേറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഓരോ സ്റ്റേറ്റിലും ഒരു സെപ്പറേറ്റ് ലാംഗ്വേജും ഫുഡ് കൾച്ചറും ഡ്രസ്സിങ് കൾച്ചറും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ സെൻസിൽ ഇന്ത്യ ആസ് എ ഹോൾ കൾച്ചറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ആൻഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഹോൾ ഇന്ത്യ നമുക്ക് ഡിഫറെൻറ്റ് സബ് കൾച്ചറായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? ലാംഗ്വേജ്, ഡ്രസ്സ്, ഫുഡ്, ഇതിനൊക്കെ അടിസ്ഥാനം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ റീജിയൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സബ് കൾച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്ത പോയിൻ്റാണ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ സോഷ്യൽ ക്ലാസ് എന്നുള്ളത് നമുക്കറിയാം ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ആണ്. ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ് ആൻഡ് കൺസംഷൻ പാറ്റേൺ. നമുക്കറിയാം സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നുള്ള രീതിയിലൊക്കെ കൺസ്യൂമർ ഇൻകത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ക്ലാസ് ആക്കി നമ്മൾ തിരിക്കാറുണ്ട് അല്ലേ. ഹൈ ഇൻകം ഗ്രൂപ്പിനെയാണ് നമ്മൾ അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. സോ അപ്പർ ക്ലാസ്, ഇപ്പോൾ ഹോട്ടലിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അപ്പർ ക്ലാസ് പ്രിഫർ ഹോട്ടൽ ലൈക്സ് താജ് റെസിഡൻസി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകളാണ് എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. അതേ രീതിയിൽ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലീസിനൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓർഡിനറി ഹോട്ടൽസ് എന്തിന് ടാർഗറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും, ലോവർ ക്ലാസ് ഫാമിലീനെ. സോ സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഫാക്ടേഴ്സ് നോക്കാം. സോഷ്യൽ ഫാക്ടേഴ്സ് എന്നുള്ളത് അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ മെൻ ഈസ് എ സോഷ്യൽ ആനിമൽ, എ കൺസ്യൂമർ ക്യാൻറ്റ് ലീവ് അലോൺ, ഹി ലിവ്സ് ഇൻ ദി സൊസൈറ്റി. നമുക്കറിയാം കൺസ്യൂമർ അല്ലെങ്കിൽ മനുഷ്യന് എന്താണ് ഒരുമിച്ച് അല്ലെങ്കിൽ വളരെ ഒറ്റയായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. സോഷ്യൽ ആനിമലായിട്ടാണ് ഹ്യൂമൻ ബീങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. ഈസ് ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ഫ്രം ദ സൊസൈറ്റിയിലെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിധേയമാണ് ഓരോ കൺസ്യൂമറും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും. ദാറ്റ് ഈസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ജനറൽ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ ആസ് വെൽ ആസ് ദെയർ ബൈയിങ് ബിഹേവിയർ. അതുകൊണ്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഓരോ ഇൻഡിവിജ്വൽസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ ജനറൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ സോഷ്യൽ ഫാക്ടേഴ്സിൽ പ്രധാനമായിട്ട് 3 സബ് പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഫാമിലി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ. റീസെൻറ്റ് റിസർച്ച് ഓഫ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അല്ലേ, ഒരുപാട് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സ്റ്റഡിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 60% ഓഫ് ഫാമിലി പർച്ചേസും എന്ത് കാരണമാണ്, വൈഫിൻ്റെ ഒരു ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഫാമിലി എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസർച്ച് റിപ്പോർട്ടും കൂടിയാണ് ഹിന്ദുസ്ഥാൻ ലിവർ പുറത്തുവിട്ടിരിക്കുന്നത്. സോ ഫാമിലി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ എന്നുള്ളതാണ്. നെക്സ്റ്റ് റഫറൻസ് ഗ്രൂപ്പ്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റഫറൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വേരിയസ് ഗ്രൂപ്പ് വിത്തിൻ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ഗ്രൂപ്പ്സ്. എന്താണ് റഫറൻസ് ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഹോം ആൻഡ് ഇൻഡിവിജ്വൽ അസോസിയേറ്റ്സ്. ഒരു ഇൻഡിവിജ്വൽ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ റഫറൻസ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ we have several reference groups such as family, friends, relatives, friends, co-workers, classmates, teenagers, sports group, music lovers, ക്ലബ് മെമ്പർഷിപ്പ് എക്സെട്ര. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇഫ് വൺ മെമ്പേഴ്സ് ബൈ, ഇപ്പം നിങ്ങളുടെ റെഫറൻസ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു മെമ്പേഴ്സ് സാംസങ് മൊബൈൽ ഫോൺ വാങ്ങുകയും
അത് നിങ്ങൾ കാണിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ഒരു പക്ഷേ നിയർ ഫ്യൂച്ചറിൽ തന്നെ അത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം എന്താണ്, അതൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സാണ്. ആസ് എ കൺസ്യൂമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു എലമെൻ്റാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കാം, റോൾ ആൻഡ് സ്റ്റാറ്റസ്. റോൾ ആൻഡ് സ്റ്റാറ്റസ് എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും സമൂഹത്തിലുണ്ടാകുന്ന റോൾ ആൻഡ് സ്റ്റാറ്റസ് അദ്ദേഹത്തിൻ്റെ പർച്ചേസിനെ, ബൈങ് ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നതാണ്. എ പേഴ്സൺ ടേക്ക് അപ്പ് മെനി റോൾസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ ഹിസ് ഹർ ലൈഫ് എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ ഡിഫറെൻറ്റ് പൊസിഷൻസ് അവർ ഓക്യുപ്പൈ ചെയ്യും എന്നുള്ളതാണ്. ഈ ക്യാൻ ബി എ സൺ, ഹസ്ബൻഡ്, ഫാദർ, എംപ്ലോയി, ഫ്രണ്ട്, ടീച്ചർ ആൻഡ് ക്ലബ് മെമ്പർ. അങ്ങനെ ഡിഫറെൻറ്റ് റോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. എ റോൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എ പേഴ്സൺ ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം ഇൻ എ പർട്ടിക്കുലർ പൊസിഷൻ എന്നതാണ്. ഈച്ച് റോൾ ഹാസ് എ സ്റ്റാറ്റസ്. ഇവിടെ എ പേഴ്സൺ റോളിന് അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബൈങ് വരുന്നത് എന്നുള്ളതാണ്. എ പേഴ്സൺ റോൾ ആൻഡ് സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസ് ഹിസ് ജനറൽ ആസ് വെൽ ആസ് ബൈങ് ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, ഒരു ഫാദർ ഈസ് എ ടീച്ചർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ലാപ്ടോപ്പ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഹി വാണ്ട്സ് ടു ബൈ എ ലാപ്ടോപ്പ്. അതേ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ ആവശ്യമായിട്ട് വരിക, he just entered in college, wants to buy a motorcycle എന്നുള്ളതാണ്. ആ ഫാദറിൻ്റെ മകന് എന്തായിരിക്കും ആവശ്യം ഉണ്ടാവുക? അതിൻ്റെ ഒരു അതേ കോളേജിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ ഏറ്റവും ആവശ്യം ഉണ്ടാവുക എന്താണ്? ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ റോൾ ആൻഡ് സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസ് ബൈങ് ബിഹേവിയർ എന്നുള്ളതാണ്. സോ 3 ഫാക്ടേഴ്സുകളാണ് സോഷ്യൽ ഫാക്ടേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്. A person buying behavior is shaped by his personal characteristics or personal factors. ഒരു പേഴ്സൻ്റെ ബൈങ് ബിഹേവിയർ എന്താണ്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഫാക്ടേഴ്സ് കൊണ്ട് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി അബൌട്ട് പോപ്പുലേഷൻ എന്നുള്ളതാണ്. ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഉണ്ടാവുക? ഏജ്, സെക്സ്, marital status, income, occupation, family, life cycle and education. ഇതൊക്കെയാണ് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഒരു പേഴ്സൻ്റെ ബൈങ് ബിഹേവിയറിനെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് ഫാക്ടർ നമുക്ക് നോക്കാം, ഏജ്. അപ്പോൾ നമുക്കറിയാം ഏജ് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആണ് ബൈങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന. നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഏജ്, അല്ലേ? നമ്മുടെ ജനിച്ച ഉടനെ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ 5 വയസ്സാവുന്ന സമയത്ത് മാറും, 10 ആവുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ബൈങ് ബിഹേവിയർ ചേഞ്ചസ് വിത്ത് ഏജ്. ടേസ്റ്റ് ഫോർ ഫുഡ്, ക്ലോത്തിങ്, റിക്രിയേഷൻ എക്സെട്ര ചേഞ്ച് വിത്ത് ഏജ് എന്നുള്ളതാണ്. നെക്സ്റ്റ് gender. Consumer behavior varies according to gender. We can see differences in eating as well as clothing habits of male and female, അല്ലേ? വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മെയിലിൻ്റെയും ഫീമെയിലിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫീമെയിൽ ലൈക്ക് ടു സ്പെൻഡ് മോർ മണി ഓൺ ഓർണമെൻറ്റ്സ്, ഗാർമെൻറ്റ്സ് ആൻഡ് കോസ്മെറ്റിക്, അല്ലേ? അത്തരത്തിലുള്ള ഐറ്റത്തിനാണ് കൂടുതൽ ഫീമെയിൽ സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. അതേ സ്ഥാനത്ത് മെയിലിൻ്റെ കേസിലാണെങ്കിൽ സ്പെൻഡ് മോർ ഓൺ മോട്ടോർ ബൈക്ക് ഓർ മൊബൈൽ ഫോൺ ഓർ മ്യൂസിക് സിസ്റ്റം എക്സെട്ര ലൈക്ക് ഗാഡ്ജറ്റ്സിനൊക്കെയാണ് എന്ത് ചെയ്യുക, മെയിൽ ആണെങ്കിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. അപ്പോൾ ജെൻഡർ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് മൂന്നാമത്തത് സ്റ്റേജസ് ഇൻ ദി ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് സൈക്കിൾ. Life cycle of an individual refers to the different phases of his or her life. Life cycle of a person begin with birth, move to infancy, then adolescence, then teenage, then adults, then middle age, old age, then end with death. അപ്പോൾ ഒരു വ്യക്തിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫാണ് പറയുന്നത്, അല്ലേ? ബേർത്തിന് ശേഷം വരുന്നത് പിന്നെ ഡെത്ത് വരെ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. The needs, attitude, taste,
preference vary with the changes in lives in life stages അല്ലേ. ഈ ഒരു സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് നീഡ്സ് ആൻഡ് വാണ്ട്സിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഒക്യുപ്പേഷൻ ഇൻഫ്ലുവൻസസ് പ്രോഡക്റ്റ് ചോയ്സ്, ബ്രാൻഡ് ബിലീഫ്സ് എക്സെട്ര. ഒക്യുപ്പേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എക്സിക്യൂട്ടീവ് ആണ്, ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അദ്ദേഹം ഓൾവേസ് എന്താണ് ബ്രാൻഡഡ് ഷൂസും ഡ്രസ്സും അതുപോലെ തന്നെ എയർ ട്രാവലും ഒക്കെയാണ് പ്രിഫർ ചെയ്യുക. അതേ സ്ഥാനത്ത് ഒരു ഓർഡിനറി വർക്കേഴ്സ് ആണെങ്കിൽ എന്താണ് പ്രിഫർ ചെയ്യുക, അൺബ്രാൻഡഡ് അല്ലെങ്കിൽ ചീപ്പ് പ്രോഡക്റ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതേ ട്രാവൽ ബൈ ബസ് ആൻഡ് ടാക്സി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ട്രാവലിംഗ് നടത്തുക എന്നുള്ളതാണ്. സോ ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിയുടെ ബിഹേവിയർ മാറും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ഇൻഡിക്കേറ്റ്സ് ഹൗ പീപ്പിൾ ലീവ്, ഹൗ ദേ സ്പെൻഡ് ദെയർ ഇൻകം, ദെയർ ടൈം ആൻഡ് ഹൗ ആൻഡ് വാട്ട് ദേ ചൂസ്, വേർ ദേ ഷോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is the way people eat, drink, spend leisure time, work and so on. In short, lifestyle means pattern of living or style of living or the way of living. അപ്പോൾ ഈ ഒരു pattern of living or way of living influence a person buying behavior. People who live a luxurious lifestyle will buy costly goods. ഒരു വ്യക്തി ലക്ഷറി ആയിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളാണെങ്കിൽ അവരെന്താണ് ലക്ഷറി ഗുഡ്സ് ആണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. ദോസ് ഹു പ്രിഫർ എ കൺവീനിയൻറ്റ് ലൈഫ് സ്റ്റൈൽ മേ പ്രിഫർ ടു ബൈ റീസണബിളി പ്രൈസ്ഡ് ഗുഡ്സ് അല്ലേ, ലെസ് പ്രൈസ്ഡ് പ്രോഡക്ട്സ് ആണ് പ്രിഫർ ചെയ്യുക. അതാണ് ലൈഫ് സ്റ്റൈലുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ് ഹിസ് ഓർ ബൈയിങ് ബിഹേവിയർ എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്വാളിറ്റീസ് പൊസസ്ഡ് ബൈ എ പേഴ്സൺ ലൈക്ക് സെൽഫ് കോൺഫിഡൻസ്, ബോൾഡ്നെസ്, ഷൈനെസ്, ക്രിയേറ്റിവിറ്റി, ഫ്രണ്ട്ലിനെസ്, ഡൊമിനൻസ്, അഗ്രസീവ്നെസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അഡാപ്റ്റബിലിറ്റി എക്സെട്ര. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മേഡപ്പ് ചെയ്തിരിക്കുന്നത്. Personality of a consumer influences brand preferences and choice of products. So, personality is an important element that influence a person's buying behavior. Then last one, self-image. Personality create an image of an individual എന്നുള്ളതാണ്. നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ഇമേജ് ആയിരിക്കും. This determines his self-image or self-concept. Self-image implies what one thinks of himself or herself. നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്, അതൊക്കെ നമുക്ക് നമ്മുടെ സെൽഫ് ഇമേജ് ആയിട്ട് പറയാം. ഇറ്റ് ഈസ് ദ വേ വൺ സീസ് ഹിംസെൽഫ്, ഹെർസെൽഫ് ഓർ വിഷസ് ടു സീ ഹിംസെൽഫ് അല്ലേ. നമ്മൾ എന്തായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്, ഓർ വാണ്ട്സ് ടു സീൻ ബൈ, മറ്റുള്ളവർ നമ്മൾ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നമ്മൾ സെൽഫ് ഇമേജ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. സോ ദീസ് എലമെൻറ്റ്സ് ഒരു പേഴ്സണിൻ്റെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും പോയിന്റ്സ് ആണ് പേഴ്സണൽ ഫാക്ടേഴ്സിൽ നമ്മൾ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ലാസ്റ്റ് എലമെൻറ്റ്, എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എക്കണോമിക് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ്. എക്കണോമിക് ഫാക്ടേഴ്സിൽ പ്രധാനമായിട്ട് വരുന്ന ഫാക്ടേഴ്സ് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻകം കൂടിയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും എന്നുള്ളതാണ്. സോ പേഴ്സണൽ വെൻ ഡിസ്പോസിബിൾ ഇൻകം സ്പെൻഡ് ചെയ്യാൻ അല്ലേ, നമുക്ക് നമ്മുടെ കൈവശമുള്ള ഫണ്ട് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചറും കൂടും എന്നുള്ളതാണ്. ദെൻ ഫാമിലി ഇൻകം ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി അല്ലേ. ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൽ വർധനവ് വന്നാൽ അവിടെയും എന്ത് വരും, അവിടെ ബൈങ്ങിലൊരു വർധനവ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ പേഴ്സണൽ ഇൻകം വർദ്ധിച്ചാൽ അവിടെ എന്ത് ചെയ്യും, ബൈങ്ങിനെ അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഫാമിലി ഇൻകം വർദ്ധിച്ചാൽ അതിലും ബൈങ്ങിനെ അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഇൻകം എക്സ്പെക്റ്റേഷൻ, ഒരു വ്യക്തിയുടെ ഇൻകം എക്സ്പെക്റ്റേഷൻ ബൈങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്.
If a person expects an increase in his income, he will buy durable such as scooter, car, refrigerator, etc. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൻകം കൂടാനുള്ള സാധ്യത ഉണ്ട്, ഇൻകം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഇൻകം കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഡ്യൂറബിൾ കമ്മോഡിറ്റീസ് ഒക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ്. സോ അതിന് വിപരീതമായിട്ട് ഇഫ് ഹിസ് ഫ്യൂച്ചർ ഇൻകം ഈസ് ലൈക്ലി ടു ഡിക്ലൈൻ ഹി വിൽ റെസ്ട്രിക്റ്റ് ഹിസ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇൻകം കുറയാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചറിലൊക്കെ കുറവ് വരുത്തും എന്നുള്ളതാണ്. മറ്റൊന്നാണ് സേവിങ്. വെൻ എ പേഴ്സൺ ഡിസൈഡ് ടു സേവ് മോർ ഔട്ട് ഓഫ് ഹിസ് പ്രസൻറ്റ് ഇൻകം ഹി വിൽ സ്പെൻഡ് ലെസ് ഓൺ കംഫർട്ട് ആൻഡ് ലക്ഷറീസ്. ഒരു ഇൻഡിവിജ്വൽ കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസംഷനിൽ സ്വാഭാവികമായിട്ടും കുറവ് വരും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ലിക്വിഡിറ്റി പൊസിഷൻ അല്ലേ. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ പേഴ്സൺ റെഫേഴ്സ് ടു ഹിസ് ഹോൾഡിംഗ് ഓഫ് ക്യാഷ് ആൻഡ് അസെറ്റ് വിച്ച് ക്യാൻ ബി ക്വിക്ക്ലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ്. ക്യാഷും വളരെ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഇതൊക്കെ കൈവശമുണ്ടെങ്കിൽ എന്താണ് അവിടെ പോസിറ്റീവായിട്ട് ബൈങ് വർദ്ധിക്കും എന്നുള്ളതാണ് അല്ലേ. ഡിസ്പോസിബിൾ ഇൻകം, പെട്ടെന്ന് ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ആൻഡ് നിയർ ക്യാഷ് മണി കയ്യിലുണ്ടെങ്കിൽ പർച്ചേസ് കൂടും എന്നുള്ളതാണ്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് മോർ ലിക്വിഡ് അസെറ്റ് ഹി ഗോസ് ഇൻ ഫോർ ബൈങ് കംഫർട്ട് ആൻഡ് ലക്ഷറീസ്. അപ്പോൾ ലിക്വിഡ് അസെറ്റ്സിൻ്റെ അഭാവമാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതിന് ജസ്റ്റ് വിപരീതമായിട്ടാണ് സംഭവിക്കുക. ഓക്കെ, നെക്സ്റ്റ് കൺസ്യൂമർ ക്രെഡിറ്റ്, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് അല്ലേ. ഫൈനാൻസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പർച്ചേസിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. ഫൈനാൻസ് നമുക്കറിയാം, ലോൺ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസ്, അത്തരത്തിലുള്ള അസിസ്റ്റൻസ്, നമുക്ക് EMI ഫെസിലിറ്റീസ്, അത്തരത്തിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടുകയാണെങ്കിൽ കൺസ്യൂമർ കൂടുതൽ പ്രോഡക്റ്റ്സ് വാങ്ങാൻ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഡ്യൂറബിൾ ഗുഡ്സ്, മൊബൈൽ ഫോൺ, ഗാഡ്ജറ്റ്സുകളൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതലും അത് ഫൈനാൻസ് രീതിയിലാണ് വാങ്ങപ്പെടുന്നത് എന്നുള്ളതാണ്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമായിട്ട് മനസ്സിലാക്കുക. സോ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്ന ഫാക്ടറുകളാണ് പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, ഇൻകം എക്സ്പെക്റ്റേഷൻ, സേവിങ്, ലിക്വിഡിറ്റി പൊസിഷൻ, കൺസ്യൂമർ ക്രെഡിറ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ തുടങ്ങിയത് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ. ഇറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ഓർ യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ് എന്നുള്ളതാണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബയർ ബിഹേവിയർ. കൺസ്യൂമർ എന്താ എന്നുള്ളത് മനസ്സിലാക്കി, ബയറും കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്നുള്ളത് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ. 5 ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്. ഇവിടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്. കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ്, റോൾ ആൻഡ് സ്റ്റാറ്റസ്. ദെൻ പേഴ്സണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഡെമോഗ്രാഫിക് ആയിട്ട് വരുന്ന ഐറ്റംസ്, ഏജ്, ജെൻഡർ, സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ, ഓക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, സെൽഫ് ഇമേജ്. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, ഇൻകം എക്സ്പെക്റ്റേഷൻ, സേവിങ്സ്, ലിക്വിഡിറ്റി പൊസിഷൻ, കൺസ്യൂമർ ക്രെഡിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ ഈ ബുള്ളറ്റ് പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോസിന് തൊട്ട് താഴെയായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിൻ്റെ നോട്ട്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതാണ് നിങ്ങൾ നോട്ട്സിലേക്ക് എഴുതേണ്ടത്. നോട്ട്സ് എഴുതുന്ന കാര്യത്തിലൊന്നും നിങ്ങൾ ഡിലേ ആവരുത്, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഈ പോയിൻറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.